നമസ്കാരം. ചരിത്രമുറങ്ങുന്ന കാസർഗോഡെ ക്ഷേത്രങ്ങൾ. അങ്ങനെയുള്ള നൂറുകണക്കിന് ക്ഷേത്രങ്ങളാണ് ഈ കാസർഗോഡുള്ളത്. അത്ഭുതപ്പെടുത്തുന്ന കൊത്തുപണികൾ. ഒരു ശില്പി ഇത്ര മനോഹരമായിട്ടാണ് ഇന്നത്തെ സാങ്കേതിക വിദ്യകളൊന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ മനോഹരമായ ക്ഷേത്രങ്ങൾ പണിതു വച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ക്ഷേത്രത്തിലേക്കാണ് നിങ്ങളുടെ കാഴ്ച ഇന്ന് ഞാൻ കൊണ്ടുപോകുന്നത്. ആദ്യമായി ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ കൂടുമല്ലോ. ഒരേ ശ്രീകോവിലിൽ ശിവൻ്റെ സംഹാരഭാവവും വിഷ്ണുവിൻ്റെ പരിപാലന ശക്തിയും ഗണപതിയുടെ വിഘ്നങ്ങളെ നീക്കുന്ന അനുഗ്രഹവും ഒരുമിച്ച് ലഭിക്കുന്ന ഒരേ ഒരു ക്ഷേത്രം ശ്രീ മഹാലിംഗേശ്വര ശിവക്ഷേത്രം, അടൂർ. ഇവിടെ ത്രിമൂർത്തികളുടെയും വിഘ്നേശ്വരൻ്റെയും ശക്തികൾ ഒരുമിച്ച് ചേരുന്ന ഒരു മഹാസംഗമ ഭൂമിയാണ്. ഓരോ മണിച്ചിലമ്പൊച്ചയിലും ഇവിടെ കേൾക്കുന്നത് ആത്മീയതയുടെയും ഐക്യത്തിൻ്റെയും മന്ത്രധ്വനികളാണ്. ഇവിടെ ഓരോ ഭക്തനും എത്തുന്നത് ഓരോ ആവശ്യങ്ങൾക്കാണ്. പക്ഷേ തിരികെ പോകുന്നത് ആത്മശാന്തിയുടെ പൂർണ്ണതയിലാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഓരോ ചുമരിലും ഓരോ തടിയിലും ഈ പുണ്യഭൂമിയുടെ കഥകളുണ്ട്. കാലം മായ്ക്കാത്ത ആ കഥകളിലേക്ക്, ത്രിമൂർത്തികളുടെ ഈ മഹാസന്നിധിയിലേക്ക് നമുക്കൊരു യാത്ര പോകാം. പൊതുവെ ശിവക്ഷേത്രങ്ങളിൽ ശിവനാണ് പ്രധാന ആരാധനാമൂർത്തി. എന്നാൽ ഇവിടെ ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ ശിവലിംഗ പ്രതിഷ്ഠയോടൊപ്പം വിഷ്ണുവിൻ്റെയും ഗണപതിയുടെയും സാന്നിധ്യമുണ്ട്. വിശ്വാസികളെ സംബന്ധിച്ച് ഈ മൂന്ന് ദേവതകളുടെയും സാന്നിധ്യം ഇവിടെ അനുഗ്രഹത്തിൻ്റെ പൂർണ്ണത നൽകുന്നു. ശിവൻ സംഹാരമൂർത്തിയായും വിഷ്ണു പരിപാലകനായും ഗണപതി വിഘ്നങ്ങളെ അകറ്റുന്നവനായും അറിയപ്പെടുന്നു. ഈ മൂന്ന് ശക്തികളും ഒരുമിച്ച് ഒരു ക്ഷേത്രത്തിൽ കുടികൊള്ളുമ്പോൾ ഭക്തർക്ക് ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും അനുഗ്രഹം ലഭിക്കുമെന്നാണ് വിശ്വാസം. പ്രൗഢഗംഭീരമായി തല ഉയർത്തി നിൽക്കുന്ന ഈ ക്ഷേത്രത്തിൻ്റെ ഓരോ കല്ലിലും ഓരോ കൊത്തുപണിയിലും നൂറ്റാണ്ടിൻ്റെ കഥകളുണ്ട്. അടൂരിലെ ഈ ശ്രീ മഹാലിംഗേശ്വര ശിവക്ഷേത്രം അതിൻ്റെ ഐതിഹ്യങ്ങളിലൂടെയും വാസ്തുവിദ്യയുടെ സൗന്ദര്യത്തിലൂടെയും ഒരു അതുല്യമായ കാഴ്ചയാണ് നമുക്ക് നൽകുന്നത്. കുമ്പളസീമയിലുള്ള 4 പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് അടൂർ ശ്രീ മഹാലിംഗേശ്വര മഹാവിഷ്ണു വിനായക ക്ഷേത്രം. മറ്റ് ശിവക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വിഷ്ണുവും ഗണപതിയും തുല്യ പ്രാധാന്യത്തിൽ തന്നെ ക്ഷേത്രത്തിനകത്ത് നിലകൊള്ളുന്നു. ഇനി നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളിലേക്ക് ഒന്ന് യാത്രയാകാം. ദ്വാപരയുഗത്തിൽ പാണ്ഡവർ വനവാസത്തിലിരിക്കുന്ന സമയം ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് തപസ്സിലൂടെ പരമേശ്വരൻ്റെ അനുഗ്രഹം തേടുവാൻ പറഞ്ഞു. ശ്രീകൃഷ്ണൻ്റെ ആജ്ഞപ്രകാരം അർജുനൻ തപസ്സിനായി പ്രകൃതി സുന്ദരമായ കബർദികാനം എന്ന കൊടുംവനം തിരഞ്ഞെടുത്തു. അടൂർ ക്ഷേത്രത്തിൻ്റെ തെക്കു ഭാഗത്തായി പടർന്നു കിടക്കുന്നതാണ് ഈ കൊടുംകാട്. ആ പ്രദേശം ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമായി ഇപ്പോഴും കണക്കാക്കുന്നു. കബർദികാനം എന്ന കവടിഖാന എന്ന പേരിൽ അറിയപ്പെടുന്നു. അർജുനന്റെ തപസ്സിന്റെ ശക്തി പരീക്ഷിക്കാനായി പരമശിവൻ പാർവതി ദേവിയോടൊപ്പം കുണ്ടംകുഴി എന്ന സ്ഥലത്ത് വന്നെത്തി. അവിടെ നിന്നും യാത്ര തുടങ്ങി വേടടുക്കം എന്ന സ്ഥലത്തെത്തിയപ്പോൾ പാർവതി പരമേശ്വരന്മാർ വേടന്റെയും വേടത്തിയുടെയും രൂപം സ്വീകരിച്ച് വേട്ടയാടുവാൻ തുടങ്ങി. അതിനിടെ ശാപഗ്രസ്ത മൂകൻ എന്ന രാക്ഷസൻ പന്നി രൂപത്തിൽ അതിലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതായി ഭഗവാൻ അറിഞ്ഞു.
രാക്ഷസന് ശാപമോക്ഷമേകാൻ അദ്ദേഹം പന്നിയെടുക്ക എന്ന സ്ഥലത്ത് വെച്ച് പന്നിക്ക് നേരെ അമ്പെയ്തു. അങ്ങനെ രാക്ഷസന് ശാപമോക്ഷം ലഭിക്കുകയും ചെയ്തു. ഈ പ്രദേശം പിൻകാലത്ത് ബന്തെടുക്ക എന്ന പേരിൽ അറിയപ്പെട്ടു. ശരം കൊണ്ട വേദനയിൽ കാട്ടിൽ നിന്നും ഓടിയൊളിച്ച പന്നി അർജുനൻ തപസ് ചെയ്യുന്ന കവടിക്കാനയിൽ പ്രവേശിച്ച് തപസ്സിന് ഭംഗമുണ്ടാക്കി. ഇതിൽ രോഷം പൂണ്ട അർജുനൻ അമ്പെയ്ത് പന്നിയെ കൊന്നു വലിച്ചെറിഞ്ഞു. ഇതറിഞ്ഞ കാട്ടാളൻ പന്നിയെ കൊന്നതിൻ്റെ പേരിൽ അർജുനനുമായി വഴക്കിടുകയും ഇരുവരും തമ്മിൽ മൽപ്പിടുത്തം നടത്തുകയും ചെയ്തു. അർജുനൻ കിരാതവേഷം പൂണ്ട ശിവനുമായി യുദ്ധം ചെയ്ത പ്രദേശമാണ് ഇപ്പോൾ അടൂരായി മാറിയത്. മുഷ്ടിയുദ്ധത്തിലും മല്ലയുദ്ധത്തിലും അർജുനന് വേടനെ കീഴ്പ്പെടുത്താനായില്ല. അതുവരെ തോൽവി അറിയാത്ത അർജുനന് ഇത് വലിയ അപമാനമായി. തൻ്റെ തെറ്റ് മനസ്സിലാക്കിയ അർജുനൻ ഉടൻ തന്നെ അവിടെയുള്ള ഒരു കുളത്തിൽ നിന്നും മണൽ വാരിയെടുത്ത് ഭയഭക്തിയോടെ ശിവലിംഗം നിർമ്മിച്ച് കുളത്തിലെ വെള്ളം കൊണ്ട് അഭിഷേകം നടത്തുകയും കൂവളമാലയുണ്ടാക്കി ശിവലിംഗത്തിൽ ചാർത്തുകയും ചെയ്തു. എന്നാൽ ജലവും കൂവളമാലയും ശിവലിംഗത്തിൽ നിന്ന് അപ്പോൾ തന്നെ അപ്രത്യക്ഷമായി വേടൻ്റെ ശരീരത്തിൽ പതിച്ചു. ഇത് കണ്ട അർജുനൻ അത് വേടനല്ല, മറിച്ച് പരമശിവനാണെന്ന് മനസ്സിലാക്കി ഓടിവന്ന് പാദങ്ങളിൽ വീണ് മാപ്പ് ചോദിച്ചു. അർജുനന്റെ പരിശുദ്ധമായ ഭക്തിയിൽ സന്തുഷ്ടനായ പരമശിവൻ ശാന്തസ്വരൂപനായി പാർവതിക്കൊപ്പം പ്രത്യക്ഷപ്പെട്ടു. തുടർന്ന് ശിവൻ പാശുപതാസ്ത്രവും പാർവതി ദേവി അഞ്ജനാസ്ത്രവും നൽകി അർജുനനെ അനുഗ്രഹിക്കുകയും ചെയ്തു അത്രേ. ക്ഷേത്രത്തിലെ ബലിക്കല്ലിൽ ഈ കഥ കുത്തിവച്ചിരിക്കുന്നതായി കാണാനാകും. ഇതാണ് ഈ ക്ഷേത്രത്തെ പറ്റിയുള്ള ഐതിഹ്യം. 1763 ടിപ്പു സുൽത്താന്റെ പടയോട്ടക്കാലത്ത് അദ്ദേഹം അടൂരിലെത്തി ക്ഷേത്രം ആക്രമിക്കാൻ പദ്ധതിയിട്ടു. ക്ഷേത്രത്തിനകത്ത് പരിവാരങ്ങളോടൊപ്പം കയറിയ ടിപ്പു നന്ദിയുടെ പ്രതിഷ്ഠ കണ്ട് ആ വിഗ്രഹത്തിൽ ഒരു പരീക്ഷണം നടത്താൻ തീരുമാനിച്ചു. അതിനായി നന്ദിയുടെ വിഗ്രഹത്തിന് മുന്നിൽ കുറച്ച് വൈക്കോൽ വിതറി. നന്ദിക്ക് ശക്തിയുണ്ടെങ്കിൽ അത് കഴിക്കട്ടെ എന്ന് പരീക്ഷിച്ചു. എന്നാൽ ടിപ്പു നോക്കി നിൽക്കെ വൈക്കോൽ ജീർണിക്കുകയും അത് ഉടനടി ചാണകമാകുകയും ചെയ്തു. ഇത് കണ്ട് ഭയന്നോടി ടിപ്പു സുൽത്താൻ ക്ഷേത്രത്തെ ആക്രമിക്കാതെ പെട്ടെന്ന് തന്നെ ഓടി രക്ഷപ്പെട്ടു. ക്ഷേത്രം പൊളിക്കാനായി കൊണ്ടുവന്ന പീരങ്കികളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അദ്ദേഹം ക്ഷേത്രത്തിൽ വന്നതിൻ്റെ അടയാളമായി ആ പീരങ്കികൾ ഇന്നും അവിടെ സൂക്ഷിച്ചിരിക്കുന്നു. അടൂരിൻ്റെ ഐതിഹ്യ പെരുമ പറഞ്ഞാലും തീരുന്നതല്ല. ശാസ്താവിൻ്റെ ഒരു പ്രതിഷ്ഠ ക്ഷേത്രത്തിനടുത്തുള്ള കാട്ടിൽ ഉണ്ടത്രേ. പരമശിവൻ അടൂരിൽ എത്തുന്നതിന് മുമ്പ് ഇവിടം ശാസ്താവിൻ്റെ തേജസ് വിളങ്ങിയിരുന്ന ഇടമായിരുന്നു. എന്നാൽ പരമശിവന്റെ ജ്യോതി എത്തിയതോടെ ഈ പുണ്യഭൂമിയെ പരമശിവന്റെ ആവാസ സ്ഥാനത്തിനായി വിട്ടുകൊടുക്കുകയും ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ള ഒരു ഗുഹയിൽ ശാസ്താവ് കുടികൊള്ളുകയും ചെയ്തു അത്രേ. ആ ഗുഹയിലേക്കാണ് ഇനി നമ്മളുടെ യാത്ര. ചിതറിയൊഴുകുന്ന മനോഹരമായ ഒരു കുഞ്ഞരുവി കടന്നു വേണം നമുക്ക് ഈ ഗുഹയ്ക്കടുത്തെത്താൻ. അവിടെ ഒരു ചെറിയ ഗുഹയും അതിനുള്ളിലായി ശാസ്താവിൻ്റെ ഒരു പ്രതിഷ്ഠയും. ഇരുഭാഗത്തുമായി പ്രതീകാത്മകമായി 2 പുലികളുടെ കാവൽ പ്രതിമകളും. അടൂർ ക്ഷേത്രം സന്ദർശിക്കുമ്പോൾ ശാസ്താവിൻ്റെ അനുഗ്രഹം സ്വീകരിച്ചു വേണം മടങ്ങാൻ. അഭിഷേകപ്രിയനായ പരമേശ്വരന് ഇവിടെ രുദ്രാഭിഷേകം എന്നിവയാണ് പ്രധാന വഴിപാടുകൾ. പൂജകളിൽ സോമവാര പൂജയും വലിയ സോമവാര പൂജയുമാണ് പ്രധാനം. പദകാണിക്കയാണ് പ്രധാന കാണിക്കാ വഴിപാട്. ഭക്തരുടെ വീടുകളിൽ ഏതൊരു ശുഭകാര്യം നടക്കുമ്പോഴും അടൂരിലേക്ക് പദകാണിക്ക എന്ന് പറഞ്ഞ് എടുത്തു വയ്ക്കുന്ന പണമാണിത്. ഇങ്ങനെ കൂട്ടിവെക്കുന്ന പണം ഒരുമിച്ച് ക്ഷേത്രത്തിൽ കാണിക്കയായി സമർപ്പിക്കുന്നു. കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങൾക്കൊപ്പം നിർബന്ധമായും ചേർക്കേണ്ട ഒരു പേരാണ് അടൂർ ശ്രീ മഹാലിംഗേശ്വര ശിവക്ഷേത്രം.
അതിശ്രേഷ്ഠമാണ് ഈ ക്ഷേത്രത്തിലെ ആചാരങ്ങളും പുരാണങ്ങളും. പ്രൗഢഗംഭീരമായി തല ഉയർത്തി നിൽക്കുന്ന അടൂർ ക്ഷേത്രം പകരുന്ന ഉന്മേഷം വാക്കുകളാൽ എനിക്ക് വിവരിക്കാനാകുന്നില്ല. ഇപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ക്ഷേത്രത്തെ പറ്റിയുള്ള വീഡിയോ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത്. വീണ്ടും പുതിയ വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നല്ല നമസ്കാരം. താങ്ക് യു.